നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2024 പുതുവർഷം എല്ലാവർക്കും നല്ലൊരു ജീവിതം നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജ്യോതിഷപ്രകാരം പുതുവർഷത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ 9 നക്ഷത്രക്കാർക്ക് രാജയോഗ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ 2024 ഇവർക്ക് ഇതുവരെ നിലനിന്നിരുന്ന ദുരിതങ്ങളെല്ലാം വിട്ടുമാറി നല്ല കാലം കൈവരുന്ന ഒരു സമയമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഭാഗ്യത്തിൻ്റെ കടാക്ഷത്താൽ എല്ലാ മേഖലകളിലും ഉന്നത വിജയം ലഭിക്കും. കോടീശ്വര തുല്യമായ ജീവിതം നയിക്കാനും ഇവർക്ക് ഈ വർഷം സാധിക്കും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് 2024 രാജയോഗം ആരംഭിക്കാൻ പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് ഈ 2024 വളരെയധികം ഭാഗ്യം കൊണ്ടുവരും. ഈ പുതുവർഷത്തിൽ നിരവധി ശുഭകരമായ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും. ഏത് കാര്യത്തിലും വിജയം നേടാനാകും. ഇവർ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കും. ഈ വർഷം ഇവരുടെ കാര്യപ്രാപ്തി വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉത്തമമായ സമയമാണിത്. ഇവർക്ക് ഈ വർഷം ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടത്താനാകും. ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യം കൈവരും. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അകന്നുപോകും. 2024 ഇവരുടെ ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. 2024 ഇവർക്ക് ഒരു രാജയോഗ കാലം തന്നെയായിരിക്കും. ഈ 2024 നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നതായിരിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2024. ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിൽ നിന്നും ധനം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ദൃശ്യമാകും. തൊഴിൽപരമായും ബിസിനസ് പരമായും ഇവർക്ക് ഉയർച്ച കൈവരും. അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിലായിരുന്നവർക്ക് ഈ സമയത്ത് ആരോഗ്യം മെച്ചപ്പെടും. ഇവരുടെ ജീവിതത്തിൽ മനസമാധാനം കൈവരും. ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുക. എടുത്തുചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും സമയം അനുകൂലമാണ്. തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാവും. ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് ചില നല്ല ബന്ധങ്ങൾ വന്നു ചേരും. അനിഴം നക്ഷത്രക്കാർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ 2024. ഇവർക്ക് സാമ്പത്തികപരമായി ഉയർച്ച കൈവരും. ഇവർക്ക് ഈ വർഷം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാനാകും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് ഇവരുടെ കൈകളിലേക്ക് ധനം വന്നു ചേരും. അവിവാഹിതർക്ക് വിവാഹത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങും. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും ഇത്. എടുത്തുചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഇവർക്ക് ഈ 2024 ബിസിനസ് പരമായും വളരെ അനുകൂലമായ സമയം തന്നെയാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള സാധ്യത ഏറെയാണ്. തൊഴിൽപരമായും ഈ വർഷം ഉയർച്ച ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യത്തിൻ്റെ കടാക്ഷത്താൽ നല്ല ജോലി തന്നെ ലഭിക്കും. ഈ ഒരു സമയം നന്നായി വിനിയോഗിച്ച് മുന്നോട്ട് പോയാൽ രാജയോഗ ഫലങ്ങൾ തന്നെ ഇവർക്ക് കൈവരുന്നതായിരിക്കും. മൂലം നക്ഷത്രക്കാർക്ക് ഈ 2024 വളരെയേറെ ശുഭകരമായ ഒരു വർഷമായിരിക്കും. ഇവർക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം അവസാനിച്ച് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൈവരുന്നതായിരിക്കും. ജീവിതത്തിൻ്റെ പല മേഖലകളിലും ശോഭിക്കാൻ ഇവർക്ക് അവസരങ്ങളുണ്ടാകും. അതെല്ലാം നന്നായി വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഏത് കാര്യത്തിലും ഇവർക്ക് വിജയം ലഭിക്കും. ജീവിതത്തിൽ കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ സാമ്പത്തികപരമായി നല്ല ഉന്നതി കൈവരിക്കാനാകും. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ഈ സമയം അനുകൂലമാണ്. ആഗ്രഹിച്ച നേട്ടങ്ങളെല്ലാം ഇവരെ തേടിയെത്തും. ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ കടാക്ഷം തീർച്ചയായും മുന്നോട്ടുള്ള വഴി കാണിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2024 അസുലഭ നേട്ടങ്ങളുടെ വർഷമായിരിക്കും. ഗുണകരമായ പല മാറ്റങ്ങളും ഈ സമയം ഇവർക്ക് കാണാൻ സാധിക്കും. മുൻ വർഷങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം കരകയറാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2024. ഇവരുടെ കൈകളിൽ ധാരാളം ധനം വന്നു ചേരും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി വൻതോതിൽ ഉയരും. രാജയോഗ ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം ഇവരെ കാത്തിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെ പല സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും. ഇവരുടെ പല ആഗ്രഹങ്ങളും ഈ സമയം സഫലമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും.
കൂടാതെ നിലവിലുള്ള കരിയറിലും ഇവർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ച ഉണ്ടാവും. അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു വർഷമായിരിക്കും ഈ 2024. ഇവർക്ക് ഇത് രാജയോഗ തുല്യമായ ഒരു സമയം തന്നെയായിരിക്കും. ജീവിതത്തിൽ അഭിമാനകരമായ ധാരാളം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും. ഈ 2024 ശരിക്കും അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഇവരെ എഴുതി തള്ളിയവർക്ക് മറുപടി നൽകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണിത്. ഇവരുടെ വളർച്ച അത്ര കണ്ട് ഗംഭീരമായിരിക്കും. നിരവധി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നുവരും. വളരെയധികം ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ 2024. സ്ത്രീകൾക്കും തൊഴിൽ രംഗത്ത് ശോഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ മനസ്സമാധാനം കടന്നുവരും. സാമ്പത്തികമായി സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്കും ധാരാളം നേട്ടങ്ങളുണ്ടാകും. കൂടാതെ ഒരു പുതിയ കരിയറിനായി ശ്രമിക്കുന്നവർക്കും നല്ല ജോലി തന്നെ ലഭിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് നേട്ടങ്ങളുടെ കൊടിമുടി കയറാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. കഷ്ടകാലമെല്ലാം വിട്ടുമാറി നല്ല നാളുകൾ ആരംഭിക്കുകയായി. സന്താനയോഗം, മംഗല്യയോഗം എന്നിവയെല്ലാം ഇവർക്ക് വന്നു ചേരും. എന്നാൽ എടുത്തുചാടി ഈ സമയത്ത് ഒന്നും ചെയ്യരുത്. ഈ സമയത്ത് എന്തു ചെയ്താലും ഭാഗ്യം ഇവരെ അനുകൂലിക്കും. ഇവർക്ക് സാമ്പത്തികപരമായി ഉയർച്ച വന്നു ചേരും. പല വഴികളിലൂടെയും ധനം ഇവരെ തേടിയെത്തും. കലാകാരന്മാർക്കും ഉയർച്ച വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും 2024. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാനാകും. നിരവധി ശുഭകാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ വർഷം നടക്കും. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വിജയങ്ങൾ സ്വന്തമാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഈ 2024 വളരെയധികം അനുകൂലമായ ഒരു സമയമാണ്. രോഗദുരിതങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. ഇവർക്ക് ഈ വർഷം ആഗ്രഹിച്ച ജോലി തന്നെ നേടിയെടുക്കാനാകും. പ്രതീക്ഷിക്കാതെ തന്നെ ധാരാളം ധനനേട്ടങ്ങൾ ഇവരെ തേടി വരും. ഇവർക്ക് വളരെ പെട്ടെന്ന് സാമ്പത്തികമായി ഉയർച്ച ലഭിക്കും. നിലവിലുള്ള ജോലിയിലും നേട്ടങ്ങൾ കൈവരും. വിദേശത്ത് ജോലിക്കായോ പഠനത്തിനായോ അവസരങ്ങൾ വന്നു ചേരും. ഈ 2024 ഇവരുടെ ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ചുരുക്കത്തിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. തിരുവോണം നക്ഷത്രക്കാർക്കും ഏറ്റവും അധികം അനുകൂലമായ സമയമാണ് 2024. ഏത് കാര്യത്തിലും ഇവർക്ക് വിജയം ലഭിക്കും. ജീവിതത്തിൽ നിന്നും കഷ്ടപ്പാടുകളെല്ലാം വിട്ടകന്ന് ഐശ്വര്യം ലഭിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട സൗഭാഗ്യ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പ്രതീക്ഷിക്കാതെ തന്നെ ധാരാളം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഇവർക്ക് ജോലിയിൽ ഉയർച്ച കൈവരിക്കാനാകും. അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. വിദേശത്ത് ജോലി, പഠനം എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണ്. ചിന്തിച്ച് മുന്നേറിയാൽ ഇവർക്ക് ഈ വർഷം ഉയർച്ചയുണ്ടാവുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.